പാമ്പൻ പാലം കണ്ടോ. നമ്മൾ നാളെ ഈ പാലത്തിൽ കൂടെ യാത്ര ചെയ്യും. ഈ പാലത്തിൽ കൂടെ പോകുന്ന ഫസ്റ്റ് വണ്ടിയിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാളെ ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യുന്ന പാമ്പൻ പാലമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫൈനലി നമ്മുടെ പാമ്പൻ പാലം അങ്ങനെ തുറക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് മധുരയിലാണ് കേട്ടോ. അപ്പം മധുരയിൽ ഞാനെങ്ങനെ വന്ന് നിങ്ങൾ വേഗം കണ്ടുവാ. നമ്മളിനി മധുരയിൽ നിന്ന് രാമേശ്വരം പോകും. ഇവിടുന്ന് ബസ്സിന് പോകണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അമൃത എക്സ്പ്രസ്സിൽ കയറാൻ പോവാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന് തത്കാലാണ് എടുത്തത്. ഇന്നലെ രാത്രിയിലാണ്. ചുമ്മാ നോക്കിയപ്പോൾ തത്കാൽ ഒരു സീറ്റ് കിടക്കുന്നത് സെക്കൻഡ് എ സിയിൽ. സീറ്റ് കിട്ടിയത് HA1 കോച്ച് ഉണ്ടല്ലോ, ഫസ്റ്റ് AC കം സെക്കൻഡ് AC. അതിൽ രണ്ടാമത്തെ നമ്പർ സീറ്റാണ്. അപ്പർ ബർത്ത് ഡോറിൻ്റെ അടുത്ത് പോരെ. എന്തിനായിട്ട് സീറ്റ് കിട്ടിയില്ലേ? നമുക്ക് പെട്ടെന്ന് തീരുമാനിച്ച ട്രിപ്പല്ലേ, പാമ്പൻ പാലം കവർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിനാണ് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ ഇതിന് പോവുക നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഒരു HA1 കോച്ചാട്ടോ. AC 2 tier പ്ലസ് AC ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ഇതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വൈകാതെ അമൃത എക്സ്പ്രസ്സിൽ നമുക്ക് രാമേശ്വരത്തും പോകാൻ പറ്റും. അതിൻ്റെ എക്സ്റ്റൻഷൻ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അത് ഇനി എപ്പോൾ വരുമോ എന്തോ അറിയില്ല. ഞാൻ അകത്ത് ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്, ഇരുട്ടാണ്. ഇത് പഴയ ഒരു കോച്ചാണ് കേട്ടോ. അപ്പുറത്ത് S13 കോച്ച്, സ്ലീപ്പർ കോച്ച്. ഇതിൽ 13 സ്ലീപ്പർ കോച്ച് ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ട്രാവൽ ചെയ്യുന്ന അടുത്ത ദിവസം ഇതിന് 12 ആണ്. കാരണം ഒരു സ്ലീപ്പർ തൊട്ട് ഒരു ജനറൽ കയറും അതിനകത്തോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കാണിക്കാം. ഇവിടെ ആയിരുന്നു എൻ്റെ ബെർത്ത് കേട്ടോ, ഈ ഡോറിൻ്റെ തൊട്ടടുത്ത്. പക്ഷേ നമ്മൾ LSBയിൽ കിടക്കുന്ന പോലെ അത്രയും വെട്ടവും ശബ്ദമൊന്നും ഈ IC കിട്ടത്തില്ല കേട്ടോ. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി തണുപ്പാണ്. തണുപ്പിലൂടെ ഫാനും ഉണ്ട് കേട്ടോ. പഴയ കോച്ചാണ്, സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ കോച്ചാണ് ഇത്, പഴയത് കണ്ടാ. അപ്പോൾ ഇതിൻ്റെ ഈ പകുതി ഭാഗം സെക്കൻഡ് AC, ആ പകുതി ഭാഗത്തിൽ പാർട്ടീഷൻ കണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഫസ്റ്റ് AC ചെയ്യുക. ഉദുമൽപേട്ട എന്ന സ്ഥലത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉദുമലൈപ്പേട്ടയിൽ. ഇവിടെ നമ്മളൊരു 36 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തണം. സാറിന് ഇത്രയും ലേറ്റൊന്നും ആവാറില്ല. ഇത് പാലക്കാട് നിന്ന് വിട്ട് പിന്നെ വണ്ടി കുറച്ച് ഡിലേ ആണ്. ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ അമൃത എക്സ്പ്രസ്സിന് AC ഫസ്റ്റ് ക്ലാസ് വന്നേ പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം ഡിവിഷന് കിട്ടുന്നതല്ല. ട്രിവാൻഡ്രം ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് AC ഉള്ള ആദ്യത്തെ വണ്ടിയായി മാറിയിരിക്കുകയാണ് അമൃത എക്സ്പ്രസ്. ഈ അമൃത എക്സ്പ്രസ്സിന് ഫസ്റ്റ് AC കിട്ടാൻ കാര്യം ഈ വണ്ടി രാമേശ്വരത്തെ എക്സിന് ഉടനെ തന്നെയാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ മറ്റേ ബോട്ട് മെയിൽ എക്സ്പ്രസ് ഉണ്ട്, രാമേശ്വരം ചെന്നൈക്ക് പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലേറ്റ് ഷെയറിങ് വരും. ഈ ബോട്ട് മെയിൽ എക്സ്പ്രസ്സിന് ഇതുപോലെ ഫസ്റ്റ് AC ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയാണ് അമൃത എക്സ്പ്രസ്സിന് അവർ ഫസ്റ്റ് AC കൊടുത്തത്. നമ്മൾ ഈ പളനി സ്റ്റേഷനിൽ ഈ അമൃത എക്സ്പ്രസ്സിൽ വരുമ്പോൾ എപ്പോഴും അപ്പുറത്തും ചെന്നൈ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് ക്രോസിംഗ് കാണുന്നത്. വൈകിട്ടും ഇതുപോലെ സെയിം ആട്ടോ. വൈകിട്ടും ഇതുപോലെ നേരെ തിരിച്ച്, അതായത് ട്രിവാൻഡ്രം പോകുന്ന അമൃതയും ചെന്നൈ പോകുന്ന ഈ ഒരു സൂപ്പർ ഫാസ്റ്റും ഇവിടെ ഈ പളനി വെച്ച ക്രോസിങ്. നമ്മൾ ഈ അമൃത എക്സ്പ്രസ്സിൽ മധുരയ്ക്ക് പോകുമ്പോൾ ഈ ഡിണ്ടിക്കൽ ജംഗ്ഷൻ നമ്മൾ എങ്ങനെ പോയാലും ഒരു 1/4 മണിക്കൂർ ബിഫോർ ടൈം വന്ന് കയറും. നമ്മൾ 8:35 ഇവിടെ ഡിണ്ടിക്കൽ കയറണം. നമ്മളിപ്പോൾ 8:05 ആയപ്പോഴേ വന്ന് കയറുന്നു കേട്ടോ. എത്ര ലേറ്റ് ആയിട്ടോടെയാണ് ഈ വണ്ടി ഇവിടെ ഈ ഡിണ്ടിക്കലാകുമ്പോൾ കറക്റ്റ് ഓൺ ടൈം അല്ലെങ്കിൽ ബിഫോർ ടൈം വന്ന് കയറും. ഈ വണ്ടി ഞാനിപ്പോൾ ഒരു 3-4 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സെയിം നടക്കുന്ന സംഭവങ്ങൾ, അതായത് പളനി വെച്ചിട്ട് പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് ക്രോസിങ്, അതിനുവേണ്ടി ഡിണ്ടിക്കൽ വെച്ചിട്ട് മറ്റേ തിരുച്ചിറപ്പള്ളി ട്രിവാൻഡ്രം ഇൻ്റർസിറ്റിയുടെ ഓവർടേക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ മറ്റേ ട്രിവാൻഡ്രം ഇൻ്റർസിറ്റി ഇപ്പോൾ നമ്മൾ ഓവർടേക്ക് അടിച്ചു പോകും. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ദിവസത്തെ നമ്മൾ അമൃത എക്സ്പ്രസ്സിൻ്റെ ലോക്കോ അതുകൊണ്ട് ഒരു ആരക്കോണം WP4 ആണ്. ഞാൻ ഈ വണ്ടിയിൽ കയറി എല്ലാ ദിവസവും WP7 ആണ്, പക്ഷേ ഇന്ന് WP4 ആട്ടോ. ഇത് മധുരയിൽ നിന്ന് കോയമ്പത്തൂർ പോകുന്നൊരു എക്സ്പ്രസ് ട്രെയിനാണ്. മധുരൈ കോയമ്പത്തൂർ ഇനിയിപ്പം മറ്റേ ഇൻ്റർസിറ്റി വരും. ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ്. ഇപ്പോൾ കുറേ തവണ കാണുമ്പോൾ സെയിം ഒരേപോലെ എല്ലാ ട്രെയിനും എല്ലാ സമയത്തും എല്ലാ സ്റ്റേഷനിലും വരുന്നത്. ഈ അമൃത എക്സ്പ്രസിൻ്റെ റേക്ക് മറ്റേ ബോട്ട് മെയിലുമായിട്ട് റേക്ക് ഷെയറിങ് വന്നപ്പോഴേക്കും സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വണ്ടിക്ക് ഒരു സെക്കൻഡ് AC പിന്നെ 2 തേർഡ് AC ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതിനിപ്പം 3 3 ടയർ, ഒരു 2 ടയർ, പിന്നെ ഒരു ഫസ്റ്റ് AC പ്ലസ് സെക്കൻഡ് AC കോച്ച്, അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അമൃത എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് AC കാണിച്ചില്ല, അത് വേണ്ട. അതുകൊണ്ട് ഇതാണ് ഫസ്റ്റ് AC. എന്തോ വലിപ്പമെന്ന് നോക്കി, ഭയങ്കര വീതിയില്ല. ക്യാബിന് കണ്ടോ,
പഴയ കോച്ചാണ്, സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ഏതൊരു കോച്ചാണ് കേട്ടോ. നല്ല വീതിയുണ്ട് കേട്ടോ, കിടിലൻ കോച്ച്. നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ്റെ ആദ്യത്തെ ഫസ്റ്റ് AC ഉള്ള വണ്ടിയാണ് കേട്ടോ. അതിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. സൂപ്പർ അല്ലേ? ഇതിൻ്റെ കൂപ്പയാണേ. ഇത് ആൾക്കാർ ഇറങ്ങിപ്പോയതാണെന്ന് തോന്നിയപ്പം അതാണ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ. ബ്ലാങ്കറ്റൊക്കെ കണ്ടോ, അടിപൊളിയല്ലേ നോക്കി. സൂപ്പർ ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റൊക്കെ. കൂപ്പയെ കുറച്ച് ചെറുതാണ്, അറിയാമല്ലോ. ഓൾമോസ്റ്റ് അങ്ങനെ ഈ ഒരു വലിപ്പം വരത്തുള്ളൂ. കാരണം മറ്റേ തിരുവനന്തപുരം ഇൻ്റർസിറ്റി ഇതുകൊണ്ട് വരുന്നത് കണ്ട. അതിനിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ മുന്നിൽ കയറി പോകാൻ വേണ്ടി. അങ്ങനെ സമയം 9:36 ആയപ്പോഴേക്കും നമ്മുടെ അമൃത എക്സ്പ്രസ് ഉണ്ട് മധുരൈ ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നേരത്തെയാണ്. നമ്മൾ കഴിഞ്ഞാണ് തിരുച്ചിറപ്പള്ളി പോയപ്പോഴും കണ്ട് ഇതേപോലത്തെ തന്നെ ഈ സെയിം ലോക്ക് തന്നെ അവിടെ കണ്ടായിരുന്നു കേട്ടോ. മൈജിയുടെ പരസ്യമുള്ള കുറേ ഡീസലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. 499 പറഞ്ഞൊരു WD-40 ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട് നേരത്തെ വന്നിട്ട് മധുരൈ ജംഗ്ഷനിൽ വന്ന് കയറി. അപ്പോൾ നമ്മൾ മധുരയിൽ വന്ന് ഇറങ്ങി. ഇനി ബസ് സ്റ്റാൻഡിൽ പോകണം. ഇവിടുന്ന് മട്ടുത്താവണി എന്നുണ്ട് ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് രാമേശ്വരത്തേക്കൊക്കെ ബസ് പോകുന്നത്. പോയി നോക്കാം, ഞാൻ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. രാമേശ്വരം പോയിട്ടുണ്ട്, ബസ്സിന് പോയിട്ടില്ല. ഞാനിപ്പോൾ ഈ വന്ന ദിവസം ഉണ്ടല്ലോ, അതായത് ഉദ്ഘാടനം നടക്കുന്നതിൻ്റെ തലേ ദിവസം. അപ്പോൾ ഇവിടെ റെയിൽവേ മിനിസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ഫ്ലൈറ്റിന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് വിചാരം ട്രെയിനായിരിക്കും പോകുന്നത്. അല്ലാണ്ട് രാമേശ്വരത്തിൽ ഹെലികോപ്റ്റർ പോകുമെന്ന് അറിയത്തില്ല. പ്രൈം മിനിസ്റ്റർ നാളെ വരത്തുള്ളൂ, ഉദ്ഘാടനത്തിന് അന്നേ വരത്തുള്ളൂ. അപ്പോൾ നോക്കാം, അതിലൊക്കെ കാണാൻ പറ്റുമോ നോക്കാം, ദൂരെ ആയാലും കാണാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഈ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ എത്താൻ നമുക്ക് ബസ് കിട്ടും. അപ്പോൾ ഏത് ബസ്സിനാണെന്ന് നോക്കി നമുക്ക് പോകാവില്ലേ. ഇവിടെ ഒരു ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാട്ടുത്താവണി പോകുന്നു പറയും, നോക്കാം. ഇതൊരു ലോ ഫ്ലോർ ബസ്സാണേ, നോൺ AC ലോ ഫ്ലോർ ബസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് മാട്ടുത്താവണി ബസ് പോകുന്നത് ശരിക്കും ഡയറക്റ്റ് പോകുന്നതുണ്ട്, പിന്നെ ടൗൺ ചുറ്റി പോകുന്നതുണ്ട്. ഇത് ഡയറക്റ്റ് പോകുന്നതാണെന്ന് തോന്നുന്നു, നോക്കാം. അപ്പോൾ ഇതാണ് മധുരയിലെ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ് അഥവാ MGR ബസ് സ്റ്റാൻഡ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു 17 രൂപ പോയിന്റേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് രാമേശ്വരം ബസ് ഇനി തപ്പിപ്പിടിക്കണം ഇവിടെ വന്ന്. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം 5 കേട്ടോ രാമേശ്വരം വണ്ടി വരുന്നുണ്ട്. രാമേശ്വരം, രാംനാട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം 5 ഇവിടെ എന്ന് തോന്നുന്നു. ബസ് നോക്കാം ഏതാ ഉള്ളതെന്ന്. ഗൈസ്, രാമേശ്വരം വണ്ടി കിട്ടി കേട്ടോ. അത് കണ്ടിപ്പോൾ ഇവിടെ നിന്ന് വിടാൻ പോകാൻ തോന്നുന്നു. അപ്പോൾ ഇതിൽ കയറാം. രാമേശ്വരത്തേക്ക് ശരിക്കും നോൺ AC ബസ്സും ഉണ്ട്, AC ബസ്സും ഉണ്ട്. ആ നോൺ AC ബസ്സിലാണ് കയറിയത്. ഇത് വലിയ ആളൊന്നുമില്ല, എപ്പോൾ എത്തുന്നിടത്തില്ല. ഇവിടെ നിന്ന് ഏകദേശം ഒരു 174 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ എടുക്കുമായിരിക്കും. ഈ വണ്ടി രാമേശ്വരം വരെ ഇല്ല കേട്ടോ, രാമനാഥപുരം വരെ ഉള്ളൂ. അപ്പോൾ രാമനാഥപുരം വരെ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് വേറെ വണ്ടിക്ക് പോകണം. അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ, 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ അവിടെ വരെ പോകാൻ വേണ്ടി 93 രൂപയാണ് ചാർജ്. നമ്മുടെ ബസ് ഇപ്പോൾ മാനാമധുര എത്തി. നമ്മൾ ട്രെയിനിൽ പോകുന്ന റൂട്ട് തന്നെയാണ് തോന്നുന്നു ബസ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഇനിയുണ്ട് ഒരു 1.5 മണിക്കൂർ യാത്ര. ഗൈസ്, നല്ല കിടിലം മഴ തുടങ്ങി കേട്ടോ. നമ്മൾ രാമനാഥപുരം എത്താൻ വേണ്ടി ഇനി ഒരു 25 കിലോമീറ്റർ ഉണ്ട്. നല്ല മഴയായിപ്പോൾ ഇവിടെയൊക്കെ മഴ വീണാൽ ഭയങ്കര കാറ്റ് വരിക്കും. നമ്മൾ ഏകദേശം 3 മണിക്കൂർ എടുത്ത് രാമനാഥപുരം എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 1:30 സമയം കേട്ടോ. ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ പാമ്പമ്പാലത്തിനടക്കം ഭയങ്കര റെഡാണ്. അവിടെ എന്ത് ബ്ലോക്കാന്ന് തോന്നുന്നു. പാമ്പമ്പാലൊന്ന് കടന്നു കെട്ടി രാമേശ്വരം എത്തിയാൽ മതി. രാമനാഥപുരം നമ്മൾ എത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എന്തെങ്കിലും ഒന്ന് നൈസായിട്ട് ഒന്ന് കഴിച്ചിട്ട് നമുക്ക് കയറാം. ഇവിടെ നിന്ന് ഇനി ഒരു 1.5-2 മണിക്കൂർ യാത്രയുണ്ട്. പാമ്പമ്പാലത്തിൽ ബ്ലോക്കാണ്, എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരു മുന്നിൽ ഒരു ബേക്കറി ഉണ്ട്. അവിടെ നിന്ന് 2 പപ്സും പിന്നെ ബദാം മിൽക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ബദാം മിൽക്കാണേ, അടിപൊളി കേട്ടോ. നല്ല ചൂട് ബദാം മിൽക്ക്, ചൂടും കിട്ടും തണുപ്പും കിട്ടും ഇവിടെ. അപ്പോൾ അവിടെ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഇവിടെ സൈഡിൽ തന്നെയാണ്, അതായത് ബസ് സ്റ്റാൻഡിന് മുന്നിൽ തന്നെയാണ് ഈ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനെ. ഈ പാമ്പന്മാൽ അടച്ചിട്ടിരിക്കുമ്പോൾ കുറേ വണ്ടികളൊക്കെ ഇവിടെ ആയിരുന്നു ഷോർട്ട് ടെർമിനേറ്റഡ്. നമ്മളിത് രാമനാഥപുരം മധുരൈ പാസഞ്ചറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ, ഒരു 1-2 വർഷമായിപ്പോൾ. എൻ്റെ പൊന്നു, ഇപ്പോൾ ഒരു വണ്ടി വന്ന് നിർത്തുന്നതിന് മുമ്പ് എല്ലാവരും ചാടി കയറി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വല്ല സീറ്റ് പിടിച്ച് പാമ്പന്മാരം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പെട്ടെന്ന് ഓടിക്കയറി അത് ഇവിടെ നിന്ന് പിടിച്ച കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലും കിട്ടത്തില്ലായിരുന്നു. നമ്മളിപ്പോൾ പാമ്പമ്പാലം ഏകദേശം എത്താറായി. ഇപ്പോൾ ബ്ലോക്കാണ്, ഞാൻ പറഞ്ഞില്ല, മറ്റേ പാലത്തിലാണ് ഇവർ സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലോക്കാണ് ഈ കാണുന്നത്. ഇപ്പുറത്തെ റെയിൽവേ ട്രാക്ക് കാണാം. നമ്മൾ നാളെ ഇതിലേക്കൂടെ പോവും. ഇതുവരെ ഇലക്ട്രിഫൈഡ് ആയിട്ടില്ല ഈ ഒരു ഭാഗം കേട്ടോ. അതെന്തുവാന്ന് എനിക്കും അറിയത്തില്ല. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഈ നേവിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ ഒന്നും ആയിട്ടില്ല ഈ ഭാഗത്ത്. അവർ പോള് വെച്ച് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇതാ പാലം കിടക്കാനുള്ള തിരക്കാണ് കേട്ടോ, അതായി കാണുന്നത്. ഇവിടെ മൊത്തം കൊടിയാണ് കേട്ടോ, ഫുള്ള് കൊടിയാണ്. ഇത് മണ്ഡപം ക്യാമ്പ് എന്ന സ്റ്റേഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഫുള്ള് അങ്ങോട്ട് പോകുന്ന വഴിക്കല്ലേ ഇത് തന്നെയായിരിക്കും മിക്കവാറും. റോഡ് മുഴുവൻ ഫ്ലക്സും കൊടികളും കേട്ടോ. ഇനി നമ്മളങ്ങോട്ട് പോകുന്നതോറും ഇങ്ങനെ കൂടി വരും. ഫുള്ളതാണ്, ഫുള്ള് ഫ്ലക്സ് കൊടി, ഫ്ലക്സ് കൊടി. ഇതാണ് മണ്ഡപം സ്റ്റേഷൻ കേട്ടോ. ഇവിടെ ഒരു ലോക്കോ കിടക്കുന്നുണ്ടോ, ഏറ്റവും പതാകയുടെ ലിവറിയിലുള്ള. ഈ ലോക്കമാണ് നാളെ നമ്മൾ പോകുന്ന വണ്ടിയുടെ ലോക്കോ കേട്ടോ. അതേപറ്റി ഞാൻ കൂടുതൽ പറയാം, വെയിറ്റ്. എൻ്റെ പോലെ റെയിൽവേ ട്രാക്ക് കാണുന്നുണ്ടോ, പുറത്ത് കടല്, ഇത് രക്ഷയില്ല. നാളെ നമ്മൾ വൈകിട്ട് വഴി കൂടെ പോകും. നമ്മൾ പാമ്പമ്പാലത്തിൽ കയറിയിരിക്കുകയാണ്. തിരക്കൊന്നുമില്ലല്ലോ, തിരക്കായിരുന്നു കേട്ടോ, ഇപ്പം തിരക്കൊന്നുമില്ല. പൊളി ഇപ്പം പാലം കാണാം. തിരക്കുണ്ട് കേട്ടോ, തിരക്കുണ്ട്. പാലത്തിൽ തിരക്കാം. അങ്ങനെ നാളത്തെ താരമായ ആ പാമ്പം പാലമാണ് കാണുന്നത്. പുതിയ പാമ്പം പാലം ഏറ്റവും ഇടത്തെ അറ്റത്തും വലത്ത് കാണുന്ന ആ ചെറിയ പാലാണ് പഴയ പാമ്പം പാലം. അതിങ്ങനെ നിലനിർത്തിയിരിക്കുക കേട്ടോ, പഴയ പാമ്പം പാലം. അതവർ പൊളിച്ച് കളയുന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ മിക്കവാറും പൊളിച്ച് കളയത്തില്ല, അതിങ്ങനെ ഒരു സ്മാരകം പോലെ ഉടങ്ങി നിൽക്കും. അത് പുതിയ പാമ്പം പാലമാണ്. തോണ്ട വലിയ ആ പാലം ഇടത്തെ സൈഡിൽ കാണുന്നത്. നമ്മൾ നാളെ അതിലേക്കൂടി ട്രെയിനിൽ പോകും കേട്ടോ. നാളെ ഉച്ചയ്ക്ക് 12:30 തോന്നുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു പാലം ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ എന്ത് അടിപൊളിയായിരിക്കുമല്ലോ ഇതിലേക്കൂടി ട്രെയിൻ പോകുന്ന കാണാൻ വേണ്ടി. ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ എന്തൊക്കെയോ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുക ആ പാലത്തിൽ കേട്ടോ. ഇതൊക്കെ നോക്കി കാണാൻ പറ്റും. ഇന്ത്യയുടെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജാണ് കേട്ടോ. അതായത് ആ നടുക്കത്തെ ഭാഗം, ആ ഒരു ഭാഗം ഉണ്ട്, ആ 2 പില്ലറിൻ്റെ നടുക്കായിട്ട് ആ ഒരു ഭാഗം ശരിക്കും മുകളിലോട്ട് പൊക്കാൻ പറ്റും. നേരത്തെ 2ആയിട്ട് ഇങ്ങനെ മുകളിലോട്ട് വലിക്കുമല്ലായിരുന്നു, പക്ഷേ ഇത് നേരെ അങ്ങ് പൊക്കാൻ പറ്റും. അതിനാണ് വെർട്ടിക്കൽ ലിഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടെക്നോളജി ഉള്ള നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറിംഗ് മാർവൽ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പാമ്പൻ പാലത്തിന് കേട്ടോ. എന്ത് അടിപൊളിയായിട്ടാണ് പണിതിരിക്കുന്നത് നോക്കിയേ. നല്ല സ്ട്രോങ് ആയിട്ട് മറ്റേ പാലത്തിലേക്കാട്ട് ഹൈറ്റിന് അടിപൊളിയായിട്ടാണ് പണിതിരിക്കുന്നത്. നാളെ നമുക്ക് ഉച്ചയ്ക്ക് ഫ്ലാഗ് ഓഫിൻ്റെ സമയത്തൊക്കെ ഇവിടെ വരാൻ പറ്റുമെന്ന് തന്നെ അറിയത്തില്ല. കാരണം പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇവിടെ വരുത്തിക്കത്തില്ലായിരിക്കും. നമുക്കറിയില്ല, എന്തായാലും നോക്കാം. നമുക്ക് എങ്ങനെയും വരാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല, എങ്ങനെ സംഭവം എന്നൊക്കെ. എന്ത് അടിപൊളിയല്ലേ. മുകളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പതാക അവിടെ ഉണ്ട്, ഏറ്റവും മുകളിൽ. പക്ഷേ ചെറുതാണ്, കുറച്ചുകൂടെ വലിയ പതാകയായിരുന്നേ കൊള്ളായിരുന്നു. പാലത്തിൽ റെയിൽവേ ഓഫീഷ്യൽസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോ ഇങ്ങനെ ഇൻസ്പെക്ഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. കാരണം നാളെ ഇനാഗുറേഷൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ട് അവരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം. ആൾക്കാർ വണ്ടി നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവർ ചേട്ടൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടുണ്ടോ നമുക്ക് കാണാൻ വേണ്ടി. പഴയ പാലവും പുതിയ പാലവും കൂടെ ഒരുമിച്ച് കാണാൻ കണ്ടോ. ഇവർ ആ പഴയ ബ്രിഡ്ജ് കളയാൻ നന്നായിട്ടോ, എന്തും കൊണ്ടും. അതവിടെ ഇരിക്കുന്ന ഒരു ഭംഗിയാണ്. ഇവിടെ തോന്നുന്നു ഇവിടെ എന്തോ സ്റ്റേജ് കെട്ടുന്നത്. സ്റ്റേജ് കെട്ടാനുള്ള പ്രിപ്പറേഷൻസ്. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇവിടെ നിന്നാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നു കേട്ടോ. സ്റ്റേജൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നാളെ രാവിലെ മിക്കവാറും ഈ പാലൊക്കെ ബ്ലോക്ക് ചെയ്യുമത്. അവിടെ ഒരു പാമ്പൻ ബ്രിഡ്ജ് കൺട്രോൾ ടവറിന് സംഭവമുണ്ട്. എനിക്കൊന്ന് അവിടെ തോന്നുന്നു ആ വെർട്ടിക്കൽ ലിഫ്റ്റ് ആ ഒരു സംഭവം പൊക്കുന്ന മിക്കവാറും അവിടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതായിരിക്കും ആ ഒരു കൺട്രോൾ സെൻറ്റർ ആയിരിക്കും ആ കാണുന്നത്. ഫൈനലി രാമേശ്വരം എത്തിയിരിക്കുകയാണ് കേട്ടോ. രാമേശ്വരം ആ ഒരു ഐലൻഡിൽ നമ്മൾ കയറി. ഇനി ഇവിടെ നിന്നൊരു 8 കിലോമീറ്റർ ഉണ്ട് മെയിൻ ടൗണിലെത്താൻ വേണ്ടി. നമ്മൾ രാമേശ്വരം നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 3 കിലോമീറ്റർ മാറി വണ്ടി ഇവിടെ നിർത്തി നമ്മൾ ആളെ ഇറക്കിയിട്ട് പോയ കേട്ടോ. ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോകുന്ന അറിയത്തില്ല, ഓട്ടോ വല്ലതും പിടിച്ച് പോകേണ്ടി വരും. ഇവിടെ മൊത്തം പോലീസുകാരാണ് കേട്ടോ. റെയിൽവേ പോലീസ് ഉണ്ട്, അല്ലാതെ ലോക്കൽ പോലീസ് ഉണ്ട്, ഇഷ്ടം പോലെ പോലീസാണ് ഇവിടെ. അപ്പോൾ നമ്മൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ അതിരിക്കുകയാണ്. ഇവിടെ അടുത്തടിൻ്റെ റൂം. അപ്പോൾ ഇവിടെ ആടെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല. ഇവിടെ ശരിക്കും ഇവിടെ വർക്ക് നടക്കുകയാണ്. ഇവരുടെ സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നതുകൊണ്ട് സ്റ്റേഷൻ നമുക്ക് പൊളിച്ചിട്ടിരിക്കുകയാണ് കുറച്ച് ഭാഗമൊക്കെ. ഏതാണ്ട് ഇങ്ങനെ പണി കേട്ടോ. അമ്പലത്തിൻ്റെ ആ ഒരു സ്റ്റൈലിൽ ഇവരിങ്ങനെ പണിതുകൊണ്ടിരിക്കുക സ്റ്റേഷൻ. ഇത് കണ്ടോ, സ്റ്റേഷൻ്റെ കെട്ടിടം കണ്ടോ, മറ്റേ പില്ലറൊക്കെ അമ്പലത്തിലെ പോലെ തന്നെ സെയിം ടൈപ്പ് പില്ലറൊക്കെ വെച്ച് പണിയുന്നേ ഉള്ളൂ. ട്രെയിനൊന്നും ഒക്കെ ദൂരെ എന്തോന്നും കാണുന്നില്ലൊന്നും. ഞാൻ ജസ്റ്റ് സ്റ്റേഷൻ്റെ അകത്തുനിന്ന് പോയി നോക്കിയേ. അവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. ഞാൻ പിന്നെ ഒറ്റ അകത്ത് പോകാൻ പോയില്ല, കാരണം വൈകിട്ട് റെയിൽവേ മിനിസ്റ്റർ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിപ്പറേഷൻസും പിന്നെ നമ്മൾ നാളെ പോകുന്ന റേക്ക്, മറ്റേ പുതിയ വണ്ടിയുടെ റേക്ക് അങ്ങനെ ആടി കിടക്കുക, അതൊക്കെ കണ്ടു. ഞാൻ വീഡിയോ നിർത്തില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്നത്. ഭയങ്കര ചൂടാണ് ഇവിടെ. ഇവർ അവിടെ അകത്ത് പോയപ്പോൾ നമ്മൾ കന്യാകുമാരി സ്റ്റേഷൻ പോലെയൊക്കെ തന്നെ ഏകദേശമുള്ള. നാളെ കാണിക്കാം. നാളെ നമ്മൾ പോകുമ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റും. നാളെ നമ്മൾ താമ്പരം എക്സ്പ്രസ്സിലെ ഫസ്റ്റ് ജേർണി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ കാണിക്കുമ്പോൾ അവിടെ മൊത്തം ആൾക്കാരാണ്, ഫുള്ള് പോലീസുകാർ. നമ്മൾ ആ വീഡിയോ എടുത്താൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല.
ഇഷ്ടപ്പെടുത്തില്ല, അത് എടുക്കാൻ പാടില്ല. കാരണം അവിടെ കുറേ സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പറയേണ്ട ആവശ്യമില്ല, കാരണം റെയിൽവേ മിനിസ്റ്റർ വരുന്നൊരു സ്ഥലമല്ലേ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത് പാമ്പം പാലത്തിലോട്ടുള്ള ട്രെയിൻ യാത്രയാണ്. എൻ്റെ ഒരു ഡ്രീം യാത്രയാണ് നടത്താൻ പോകുന്നത്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തോ ആണെന്ന് തോന്നുന്നു ആ ഒരു പാലം അടയ്ക്കുന്നത്. അതേ പിന്നെ ഒരു പുതിയ പാലമൊക്കെ ഇപ്പോൾ തുറന്ന് ഭയങ്കര എക്സൈറ്റഡാണ്. നമുക്ക് പറയാൻ വാക്കുകളൊന്നും കിട്ടുന്നില്ല, അത്രയ്ക്ക് എക്സൈറ്റഡാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രാമേശ്വരം താമ്പരം എക്സ്പ്രസ്സിൻ്റെ ഫസ്റ്റ് യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ആ വണ്ടിയിൽ ഫസ്റ്റ് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഞാൻ പറയാം അതെങ്ങനെയാണ്. അപ്പോൾ ആ ഒരു വണ്ടിയിലെ ഫസ്റ്റ് യാത്ര നമ്മളുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. പാമ്പം പാലത്തിലോടുള്ള ട്രെയിൻ യാത്രയായിട്ട് അടുത്ത ദിവസം കാണാപ്പോഴേക്കും ബൈ.